പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തുതിച്ച് കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിതിൽ ന്യായസ്ഥാനത്തെക്കുറിച്ചാണ് ഇപ്പം ചിന്തിക്കണത്. കാര്യം സഭയിലേക്ക് ജനങ്ങൾ ന്യായസ്ഥാനപ്പെടുന്ന ഒരു ടൈമാണിത്. എന്താണ്, ശനിയാഴ്ച പെസഹ ജാഗ്രതയല്ലേ, ന്യായസ്ഥാന വെള്ളം നമ്മൾ ആശീർവദിച്ച് വെക്കുകയും ഞങ്ങളെ സിംഗപ്പൂർ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, സിംഗപ്പൂർ 3200ഓളം മനുഷ്യർ, ചൈനക്കാർ ഉൾപ്പെടെ ഉള്ളവർ വേദപാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് 1 കൊല്ലമായിട്ട്. അവർ ഈ പെസഹയ്ക്ക് ജ്ഞാനസ്ഥാനപ്പെട്ട് കാണും. അപ്പം ലോകം മുഴുവൻ ഇങ്ങനെ ഒരു 1,100,42 ആയില്ലേ ഇപ്പം കത്തോലിക്കർ. ഇപ്പോഴാണ് ആ കണക്ക് വിട്ടിരിക്കുന്നത്. അപ്പം എൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഇപ്പം 20,000 പേരോളം ഫ്രാൻസിൽ ഈ ദിവസം ജ്ഞാനസ്ഥാനപ്പെട്ടു.
പല രാജ്യങ്ങളും അങ്ങനെ നടക്കുന്നുണ്ട്, കർത്താവിൻ്റെ വിശ്വസിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുന്നത്. ഇപ്പം സഭയോട് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ജ്ഞാനസ്നാന വ്രതം നവീകരിക്കത്തില്ലേ, അപ്പോഴ് പെസഹ ജാഗരത്തിൽ ഒരു ചോദ്യം ചോദിക്കും. ജ്ഞാനസ്നാന വ്രതം ആശീർവദിക്കണ ഇടയ്ക്ക് എന്താ ചോദിക്കണത്? നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ എന്ന് ചോദിക്കുന്നത്. അവരുപേക്ഷിക്കുന്നു എന്ന് പറയും. പിന്നെ അച്ഛൻ ചോദിക്കുന്ന അവൻ്റെ ആർഭാടങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് ചോദിക്കും. അപ്പോൾ ആർഭാടം എന്താണെന്ന് ആൾക്കാർക്കറിയത്തില്ലേ? ഈ അച്ഛനെ അറിയാമെന്നറിയത്തില്ല. അപ്പോൾ ആർഭാടങ്ങൾ ഉപേക്ഷിക്കുന്നത്. അപ്പോൾ ആൾക്കാർ രാത്രിയാണ് സംഭവിക്കണത്. ഈ ചോദ്യങ്ങളൊക്കെ വളരെ അപ്പം കുറച്ചൊരു ഉറക്കമായിരിക്കും. എന്തായാലും അവർക്കൊരു പിടിയും കിട്ടത്തില്ല. എന്നാലും പറയും ആർഭാടം ഉപേക്ഷിക്കണമെന്ന് പറയും. ഈ 90% ആൾക്കാർ പിശാചിൻ്റെ ആർഭാടം എന്താണെന്ന് അറിയത്തില്ല. ഉപേക്ഷിക്കണമെന്ന് വെറുതെ പറയണതാണ്. എന്താണ് ഉപേക്ഷിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ ഉപേക്ഷിക്കും. എന്ത് ശരിക്കും പറഞ്ഞാൽ ലേർ ഓഫ് സിൻ, ഡു യു ഡിനൈ ദ ലേർ ഓഫ് സിൻ, LURE, ലേർ ഓഫ് സിൻ എന്ന് വെച്ചാൽ പാപത്തിൻ്റെ പ്രലോഭനങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവെന്നാണ്. പാപത്തെ ഉപേക്ഷിക്കുന്നു മാത്രമല്ല, പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ വെച്ചാൽ പാപം. ഇപ്പോൾ ഒരുത്തൻ വെള്ളം അടിച്ചു, വെള്ളം അടിക്കണമല്ല പ്രശ്നം, അതിനുശേഷം അവൻ കിറ്റായിട്ട് നടക്കും. എൻ്റെ ആർഭാടം അതാണല്ലേ. അപ്പം ഈ ആർഭാടത്തിൽ വേറൊരു സാധനമുണ്ട്. ചില ആൾക്കാർ വെള്ളം അടിച്ച് വീട്ടിൽ വന്നെ എന്താ അറിയാവുക, അതുകൊണ്ട് കുറച്ച് സേഫായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. എന്ന് പറഞ്ഞാൽ ഭാര്യ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കത്തില്ല, മക്കൾ സംസാരിക്കത്തില്ല, അപ്പന് വെള്ളമാണെന്ന് പറയും. അപ്പം കേൾക്കണുണ്ടേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളും സംസാരിച്ച് ചെല്ലത്തില്ല. അതിൻ്റെ സുഖമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ചുമ്മാ 2 വീശി അവിടെ ഇരുന്നാൽ മതി. അതാണ് ആർഭാടം എന്ന് പറയേണ്ട കാര്യം. പാപത്തിന് ഇതുപോലെ പാപത്തിന് അതിൻ്റെ ആർഭാടങ്ങളുണ്ട്. അത് നമുക്ക് തരുന്ന സന്തോഷങ്ങളാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ഇപ്പം നിങ്ങളെ ചിലർ 8ാം ക്ലാസ്സിലെ പിള്ളേർ വരെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ലിപ്സ്റ്റിക് തേച്ചതിൻ്റെ കുർബാന സ്വീകരിക്കാൻ വരും. ഇപ്പം ഞാൻ ഈ കുർബാന കൊടുക്കുന്ന സമയത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ശരി, എന്തിനാ അവർ ലിപ്സ്റ്റിക് തേച്ചുകൊണ്ട് ഈ കുർബാന സ്വീകരിക്കാൻ വരണത്? കുർബാനയെ വരെ ലിപ്സ്റ്റിക് ചുവപ്പും നിറവായിരിക്കും. എന്താ അവർ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഇത് പണ്ട് ചെയ്യുമായിരുന്നു ചിലരേ ചെയ്യത്തുള്ളത്. പണ്ട് ഈ നാടക നടിക്കാരും സിനിമാ നടികളൊക്കെ ഏതാ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 8ാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ ചെയ്യുന്നുണ്ടത്, 10ാം ക്ലാസ്സിലെ പിള്ളേർ ചെയ്യുന്നുണ്ട്, ചില ചെയ്യുന്നുണ്ട്. പക്ഷേ ഉദ്ദേശിക്കണത് എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം ഇന്ത്യയിൽ അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം. ഇപ്പം മദാമ അത് ചെയ്തുകൊണ്ട്, ഇപ്പം വെള്ളക്കാരത് ചെയ്തുകൊണ്ട് നമുക്കത് കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ ചെന്ന രാജ്യങ്ങളിലെല്ലാം അവർ ചെയ്യുന്നുണ്ട്. കാര്യം അവിടെ ചുണ്ടെന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വരണ്ട് പിടിക്കും. നമുക്കും വരണ്ട് പിടിക്കും. അപ്പം അവർ അവിടെ എന്തെങ്കിലും ചുണ്ടിൻ്റെ വരൾച്ച പറഞ്ഞത് അവരത് എന്തെങ്കിലും ഒരു സംഭവം അവിടെ തേക്കും. അത് ലിപ്സ്റ്റിക് ആണെങ്കിൽ കുറച്ചുകൂടി അവിടെ ചോന്നിരിക്കും. പക്ഷേ എന്നാ പറ്റിയ വെച്ചാൽ മുഖം വേറെ ചുണ്ട് വേറെ ആയിട്ടിരിക്കും. അതാണ് പ്രശ്നം. മുഖം വേറെ ചുണ്ട് വേറെ ആയിട്ടിരിക്കും. പിന്നെ അവർ കണ്ട് അതിൻ്റെ അകത്ത് ഇരിക്കണുണ്ട്. പക്ഷേ ഇന്ത്യക്കാരൻ ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ആരുടെയും ചുണ്ട് വരണ്ട് പോകത്തൊന്നുമില്ല. ഇവിടെ എന്തിനാ? മറ്റുള്ളവർ നമ്മളെ കാണാൻ വേണ്ടിയാണ്. മറ്റാമ്പിള്ളേർ നമ്മളെ കാണാൻ വേണ്ടിയും അത് നല്ലതാണല്ല, സൂപ്പറായിരിക്കണമല്ല, ക്യൂട്ടാണെന്ന് എന്നൊക്കെ പറയും. അതാണ് ഈ ആർഭാടങ്ങളെന്ന് പറയുന്നത്. ലെർ ഓഫ് സിൻ. നിങ്ങളെ പിശാചിനെ ഉപേക്ഷിക്കുന്നു, അവൻ്റെ ആർഭാടങ്ങൾ ഉപേക്ഷിക്കുന്നു. അതിനകത്ത് എല്ലാം വരും. നമ്മുടെ ബോഡി പാർട്ടുകൾ മറ്റുള്ളവർക്ക് കാണുന്ന രീതിയിൽ, എന്നിട്ട് നമ്മൾ അതിലൂടെ അവരുടെ ആകർഷണം നമ്മൾ വാങ്ങിച്ചെടുക്കുന്നതിലൂടെ ഉണ്ടാകുന്നതെല്ലാം പാപത്തിൻ്റെ ആർഭാടങ്ങളാണ്. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത്. ഇതെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കും. ഇതുപോലെ തന്നെ ഒരു വിഷയമാണ് വിശ്വാസത്തിനും ആർഭാടങ്ങളുണ്ടാകും. വിശ്വാസത്തിൻ്റെ ആർഭാടം എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. വിശ്വാസത്തിൻ്റെ ആർഭാടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭൗതിക സാഹചര്യവും ആത്മവിശ്വാസം ജനിപ്പിക്കുന്ന ഭൗതിക സാഹചര്യമാണ് വിശ്വാസത്തിൻ്റെ ആർഭാടം. ഇപ്പം ഉദാഹരണത്തിന് വിശ്വാസത്തിൻ്റെ ആർഭാടം ദൈവം ചിലപ്പോൾ എടുത്തു മാറ്റും. നല്ല കറക്റ്റ് വിശ്വാസം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വിശ്വാസത്തിൻ്റെ ആർഭാടം എടുത്തു മാറ്റും, ഭൗതിക സാഹചര്യം എടുത്തു മാറ്റും. ഇപ്പം പത്രോസ് ദേവാലയത്തിൽ പോകത്തില്ലേ?
അതാ വിശ്വാസം അനാർഭാടമായിട്ടാണ് പോണത്. ദേവാലയത്തിൽ വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിന് ആർഭാടമില്ലാതെയാണ് പത്രോസുകാർ പോണത്. പ്രവർത്തനം 3:6. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരും. അതാ, വെള്ളിയുമില്ല, സ്വർണവുമില്ല, ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ല. വിശ്വാസത്തിന്റെ കട്ടൻ ചായ കുടിക്കാൻ കാശ് ഞാൻ ഇന്നലെ പറഞ്ഞില്ല, അതാണ്. പക്ഷേ തനി വിശ്വാസം വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞ പോലെ. പണ്ട് ഇത് പഠിപ്പിച്ച ഇയാളാ. ഈ പത്രോസിനെ കർത്താവ് ഒരു മീൻ കരുനന്തനില്ലാത്ത കടലിൽ വലറിയാൻ പഠിപ്പിച്ചപ്പോഴും പത്രോസ് ഇത് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഈ കടലിൽ മീനില്ല, ഈ കടലിൽ കരുനന്തം പോലും ഇല്ല. അത് തന്നെയാണ് ഇപ്പോൾ ഇയാൾ പറയണത്. പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല. അന്നും പുള്ളി കയ്യിലില്ലാഞ്ഞ കാര്യം പറഞ്ഞു, കടലില്ലാഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ഈ കടലിൽ കരുനന്തം പോലും ഇല്ല, വലിയ മീനുമില്ല, ചെറിയ മീനുമില്ല. എങ്കിലും നീ പറഞ്ഞതുകൊണ്ട് ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ഇവിടെയും വിശ്വാസത്തെ ഭൗതിക സാഹചര്യങ്ങൾ വെട്ടിമാറ്റിയിട്ട് അനാർഭാടമായിട്ട് ജീവിക്കേണ്ടി ഒരു അവസരം വന്നിരിക്കുകയാണ്. പറയുന്നത്, പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, പക്ഷേ എൻ്റെ കയ്യിലൊരാളുണ്ട്, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാൻ. എന്തെല്ലാം സംഭവം ഉണ്ടായാലും, പണം പോയാലും ആരോഗ്യം പോയാലും, നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പണം പോവും, നമ്മൾ കടക്കാരാവും, ചിലപ്പോൾ ആരോഗ്യം പോവും, പക്ഷെ ക്രിസ്തു ഒരിക്കലും പോകത്തില്ല. ഞാൻ പണ്ട് ഇതിനേക്കാൾ ആരോഗ്യവാനായിരുന്നു. എനിക്ക് ഭക്ഷണങ്ങളൊക്കെ പലതും അത്യവാണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കിഡ്നിയുടെ കുറേ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ, നിങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ. പക്ഷേ നോക്കിയേ, ചിലപ്പോൾ ആരോഗ്യം പോവും, പക്ഷെ ക്രിസ്തു പോകത്തില്ല. ഈ അനാരോഗ്യകരമായ സാഹചര്യത്തിലാണ് ഞാൻ ഈ 12 രാജ്യങ്ങളിൽ സുവിശേഷ വേല ചെയ്തിരിക്കുന്നത്. അതെന്താ കാര്യം? പൊന്നും വെള്ളിയും നമ്മുടെ കയ്യിൽ നിന്ന് പോകും, പക്ഷെ ക്രിസ്തു പോകത്തില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കടം വന്നു, അല്ലെങ്കിൽ പരീക്ഷ തോറ്റു, അല്ലെങ്കിൽ കല്യാണം പറഞ്ഞു വെച്ച കല്യാണം പോയി, അല്ലെങ്കിൽ പറഞ്ഞു വെച്ച വിസ പോയി, അല്ലെങ്കിൽ വിസ കിട്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ക്രിസ്തു നിങ്ങൾക്കൊന്നും പോകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡൗൺ ആകരുത്. എന്തെങ്കിലും നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഉടനെ ഡൗൺ ആവരുത്. അപ്പോൾ സന്തോഷമായിരിക്കണം. എന്തെല്ലാം നഷ്ടപ്പെട്ടു, ഉറ്റവർ പോയാലും ഉടയവർ പോയാലും പോകാത്ത ഒരാളാണ് ക്രിസ്തു. ആ ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ട്, അത് ഓർത്തേക്കണം. അവൻ്റെ കൂടെ നമുക്ക് ജീവിക്കാം, അതിജീവിക്കാനും പറ്റും. ഉടമ്പടി ധ്യാനം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് പലപ്പോഴും ഉടമ്പടി ജീവിക്കുന്ന മക്കൾക്ക് സ്വാഭാവികമായി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ വഴിമുട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ കർത്താവ് ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് അവരെ നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ആ വാഗ്ദാന പ്രകാരം കർത്താവ് ഉടമ്പടി ധ്യാനത്തിൽ നിർദ്ദേശം നൽകുന്നത്. ഒത്തിരി സാക്ഷ്യങ്ങളിൽ ഉടമ്പടി ധ്യാനത്തിലൂടെ ലഭിച്ച നിർദ്ദേശമാണ് പിന്നീട് അവരെ നയിച്ചതെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉടമ്പടി ധ്യാനം മുഴുവനായിട്ട് ഈശോ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥയിൽ പരിശുദ്ധാത്മ നിറവിലെ അപ്പായുടെ സ്നേഹത്തിലെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു നിമിഷം മൗനമായി ഓൺലൈനിലുള്ളവരോ നമ്മളെ തന്നെ കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വെളിപാടിനുമായി സമർപ്പിക്കേണ്ടതാണ്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച പരിശുദ്ധ കൃപാന്റെ ശക്തിയാൽ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താറിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഈ ധ്യാനത്തിൻ്റെ ഭാഗമാകുന്നവർ കർത്താവിൻ്റെ ആത്മാവിനാൽ അഭിഷിക്തരാകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി പലപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ഉടമ്പടിയുണ്ട്, അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഉടമ്പടിയുണ്ട്. ഈ ആധ്യാത്മികതയുടെ എല്ലാ സബ്ജക്റ്റിലും ഡ്രൈയും അതുപോലെ തന്നെ ഫ്രഷും ഉണ്ട്. ഡ്രൈ എന്ന് പറയുന്നത് വരണ്ട രീതിയിലുള്ള ഒരു ഉടമ്പടി
ജീവിതം സാധ്യമാണ്. പലരും അങ്ങനെ ഒരു വരണ്ട ജീവിതമാണ് നയിക്കുന്നത്, ഉടമ്പടിയുടെ വരണ്ട ജീവിതം. അതുകൊണ്ടാണ് അവർക്ക് ദൈവത്തിൻ്റെ ഇടപെടലില്ലാത്തതിൻ്റെ കാരണം അതാണ്. ഇന്ന് രാവിലെ ഞാനൊരു സാക്ഷ്യം കേട്ടപ്പോൾ അതിൽ പറഞ്ഞത്, ഒരു മോളിവിടെ രാവിലെ മുതൽ ഇവിടെ വന്നിട്ടുണ്ട്, എന്നിട്ട് അവരിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു ഐഡിയ ഇല്ല. ഫസ്റ്റ് ടൈം ഷീസ് കമ്മിങ് ആദ്യം വരണവരാണ്. അവർ ഉടമ്പടി എടുത്താലിത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഉടമ്പടി എടുത്ത ഒരു കൊച്ചിനോട് പറഞ്ഞ്, കൊച്ചെ ഒന്ന് പറഞ്ഞു തരാമോ എന്താണ് ഉടമ്പടി എന്ന്. അപ്പോൾ അവൾ പറഞ്ഞ് അത് സിമ്പിളാണ്, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, ഒരു പ്രത്യക്ഷ പ്രാർത്ഥനയുണ്ട്, വൈകുന്നേരം പ്രാർത്ഥിക്കണം, പിന്നെ ഉപവാസം. അപ്പോൾ പറഞ്ഞേ ഉപവാസം ഞാൻ ഉടമ്പടി ഇല്ലാതെ തന്നെ എടുക്കുന്നതാണ്. അപ്പോൾ അത്രയും സിമ്പിളാണല്ലേ. അതാണ് ഡ്രൈ ഉടമ്പടി എന്ന് പറയുന്നത്. ആ പെരിച്ചാഴി പോലും പറഞ്ഞു കൊടുത്ത പോലും എന്ത് തെറ്റാണെന്ന് നോക്കി. അവർ ഉടമ്പടി എടുത്ത കക്ഷിയാണ്. അവർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, വൈകുന്നേരം പ്രാർത്ഥിക്കണം, പിന്നെ ഇടയ്ക്കൊന്ന് ഉപവസിക്കണം ഏതെങ്കിലും ദിവസം, അത്രേ ഉള്ളെന്ന്. അപ്പോൾ ഉടമ്പടി ഒരു ഘടകവും ഇവർ പറഞ്ഞിട്ടില്ല. കാര്യം ഇവരും ഉടമ്പടി എടുത്ത കക്ഷിയാണ്. ഉടമ്പടി എടുത്ത ആളിൻ്റെ ഗതികേട് കണ്ടില്ലേ. ഇതിനാ ഡ്രൈ കവനൻ്റ് എന്ന് പറയുന്നത്, ഉണക്ക ഉടമ്പടി എന്ന് പറയും. ഇതിൻ്റെ ഫ്രഷ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ, അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താണ് ഫ്രഷ് ആയിട്ടുള്ള ഉടമ്പടി? ഫ്രഷ് ആയിട്ടുള്ള ഉടമ്പടി എന്ന് പറയുന്നത്, അഥവാ അതെങ്കിലും ഉടമ്പടി 100% വിജയിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിൽ എപ്പോഴും നമ്മളെന്തിനാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ എന്തിനാണ് എപ്പോഴും വായിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവരിലും 2 തരമുണ്ട്. ദൈവം പറഞ്ഞിട്ട് വായിക്കുന്നവരും ദൈവം പറയാണ്ട് ജോസഫച്ചൻ പറഞ്ഞിട്ട് വായിക്കുന്നവരുമുണ്ട്. അപ്പോൾ നിങ്ങൾ ജോസഫച്ചൻ പറഞ്ഞ ദൈവം പറഞ്ഞതല്ലേ എന്ന്. അതല്ല, ഉടമ്പടി നിയമപ്രകാരം അരമണിക്കൂർ സാങ്കേതികമായിട്ട് വചനം വായിക്കണമല്ലോ, ഇല്ലേ? അപ്പം അതുകൊണ്ട് അവരതനുസരിച്ചുകൊണ്ട് ആദത്തിൻ്റെ കഥ തൊട്ട് വായിക്കാൻ തുടങ്ങും. അങ്ങനെ ഓരോ ഘട്ടവും ഓരോ സമയത്ത് അരമണിക്കൂർ. അതല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഉടമ്പടിയിൽ നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഉടമ്പടി ദൈവത്താൽ നയിക്കപ്പെടുന്ന ലെഡ് ബൈ ഹോളി സ്പിരിറ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ഉണ്ട്. നിങ്ങൾ ഉടമ്പടി ഫ്രഷ് കവനൻറ്റിലാണെങ്കിൽ നിങ്ങൾ വായിക്കേണ്ട ഭാഗം ദൈവം നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തരും. എന്നുവെച്ചാൽ ഉടമ്പടിയുടെ വഴിയിലൂടെ പോകുമ്പോൾ ഈ ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളാണ് മനുഷ്യർ പറയണത്. ഇപ്പോൾ ഒരു സുലുവിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടു. അപ്പോഴെന്താ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂറോപ്പിൽ പോകുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ 10-25 വർഷമായിട്ട് ഒരു നേഴ്സാണ്. പിന്നെ അവർ ഇതുപോലെ യോഗ്യതാ പരീക്ഷകളെല്ലാം ട്രെയിനറാണ്. അവർ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെല്ലാവരും ജർമ്മനിയിലും അയർലൻഡിലൂടെയൊക്കെ പോയി. ഇവർ മാത്രം ഇപ്പോഴും കരക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഇവരുടെ 10-20 കൊല്ലമായില്ലേ, ഇവർ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ വലിയ നിലയിലായിപ്പോയി. അപ്പോൾ ഇവരുടെ മക്കൾ ചോദിച്ചു, അമ്മയ്ക്ക് എന്താ പോകാൻ പറ്റാത്തതെന്ന് ചോദിച്ചു. ഇവരുടെ മക്കളിപ്പോൾ ഒരുവിധം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രായമായി. അപ്പോൾ അവർ അമ്മയോട് ചോദിക്കണം, അമ്മയ്ക്ക് എന്താണ് പോകാൻ പറ്റാത്തത്? ഒത്തിരി പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിലൊക്കെ. പക്ഷേ മക്കൾ ചോദിച്ചപ്പോൾ അവർക്ക് സീരിയസ് ആയി. മക്കൾ ചോദിച്ചപ്പോൾ അവർക്ക് പോകണമെന്നുള്ള രീതിയിൽ ഒരു ഐഡിയ വന്നു. പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട്. അവർ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ചില മൊഡ്യൂൾസൊക്കെ ഭയങ്കര പാടാണ്. ഒരു മൊഡ്യൂൾസിന് അവർ തോറ്റുപോകും എപ്പോഴും. അപ്പോൾ ഉടമ്പടി എടുത്തിട്ടും അവർ 6 പ്രാവശ്യം തോറ്റു. അങ്ങനെ സംഭവിക്കാം ചില സമയത്ത്. അപ്പോൾ നിങ്ങൾ അവർക്ക് ഉടമ്പടി എടുക്കണത് എന്തിനാണ്? ഉടമ്പടി എടുത്തിട്ട് 6 പ്രാവശ്യം തോറ്റവർ ഉടമ്പടി എടുത്താൽ പിറ്റേ ഗഡുവിന് അവർ ജയിക്കണതാണ്. ഉടമ്പടി എടുത്തിട്ട് ഇവർ 6 പ്രാവശ്യം തോറ്റു. പക്ഷേ എന്നാലും ഇവർ പുതുക്കിക്കൊണ്ട് അവരുടെ ആ പ്രത്യാശ കളയാതെ അവരതിൽ തന്നെ പോകുമ്പോഴാണ് കുഞ്ഞുങ്ങളെ പോകാൻ പറ്റുകയാണെ പോകാം, അല്ലെങ്കിൽ പോകണ്ട, അങ്ങനെ ഒരു ഹാഫ് മൈൻഡഡ് ആയിട്ടാണ് ഇവർ ചെയ്യണത് ഇത് സംഭവം. അപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പോകാൻ തീരുമാനിച്ചു. പക്ഷെ തോറ്റല്ലോ പരീക്ഷയ്ക്ക് തോറ്റപ്പോഴിത് അവിടെ കൂട്ടുകാരത്തിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അച്ഛനോട് ഇപ്പോൾ ഇങ്ങനെ ഈ വിഷയത്തെക്കുറിച്ചൊരു മെസ്സേജ് ചോദിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ സത്യസന്ധമാണ് നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കുക. ആൾക്കാരിൽ അപ്പം തന്നെ ഓൺ ദി സ്പോട്ടിലെ മറുപടി പറയും. അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടാൽ മനസ്സിലാവും. പക്ഷേ മെസ്സേജ് ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം,
ഒന്ന്, നിങ്ങൾ എന്നോട് മെസ്സേജ് ചോദിച്ചാൽ ഞാൻ ഉടനെ നോക്കണം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കത്തുള്ളൂ. ആദ്യം ഇയാളിന് ആദ്യമേ കൺകറൻസ് കിട്ടിയോ എന്ന് നോക്കൂ. അതാണ് എൻ്റെ പ്രശ്നം. മെസ്സേജ് എന്നോട് ചോദിച്ചാൽ ഉടനെ ഞാൻ നോക്കണത് ഇയാൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇയാളുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് എൻ്റെ അർത്ഥം. അപ്പം സാക്ഷ്യം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് തട്ടിക്കളയും. മെസ്സേജ് നമുക്ക് വെറുതെ സമയം വേസ്റ്റ് ചെയ്യാവുന്നല്ലാതെ ഇവർ കണിയാനെപ്പോലെ എന്നെ ദുർവിനിയോഗിക്കണ കാര്യം അറിയാൻ വേണ്ടി പ്രസംഗിപ്പിക്കണ പോലെ എന്ത് പരിപാടിക്ക് വന്നിരിക്കുകയാണ്. ഇവർ ദൈവത്തിൻ്റെ ആളല്ല ശരിക്കും. 3 ഉടമ്പടി കഴിഞ്ഞിട്ട് സാക്ഷ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ആളെ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ശ്രദ്ധിക്കത്തുള്ളൂ. എന്തോ തരികിട അയാൾ ഉടമ്പടി കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ ധരിക്കത്തുള്ളൂ. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് എന്നോട് അമ്മ ആദ്യ കാലങ്ങളിൽ 2015 പറയുമ്പോൾ ഉടമ്പടി ഉടനടി പരിഹാരം എന്നാണ് പറഞ്ഞത്. പിന്നെ ഉടമ്പടി അതിൽ തന്നെ കറക്റ്റാണ്, അതിൻ്റെ ഫോർമുല കറക്റ്റാണ്. പിന്നെ ചില വിഷയങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ലാഗ് ചെയ്യും, ചില വിഷയങ്ങൾ ലാഗ് ചെയ്യണം. ആ വിഷയത്തിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ നിങ്ങളുടെ പ്രശ്നമല്ല. ആ വിഷയം അപ്പം നടക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചുകൂടി കഴിഞ്ഞ് നടക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ദൈവം അങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് ചെയ്യണമെന്നേ ഉള്ളൂ. അല്ലാതെ ഉടമ്പടിയിൽ ഒരിക്കലും നമുക്ക് കാര്യം ഉടമ്പടി മുഴുവനും സാധാരണ ലൈഫിനെ തന്നെ പെട്ടെന്ന് ദൈവത്തിൻ്റെ മേഖലയിൽ കൊണ്ടുവന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ കരുത്തും ഉൾക്കരുത്ത് ഇതുപോലെയുള്ള ഒരു പ്രാർത്ഥനാ രൂപമില്ല. അത്രയ്ക്ക് ഉൾക്കരുത്താണ് ഇതിൻ്റെ ഒരു ഉടമ്പടിയുടെ. ഞാൻ എപ്പോഴും ചില സമയത്ത് പറയും ഇതിന് ബലവുമുണ്ട് ബലക്ഷയവും ഉണ്ടെന്ന് പറയും. ഉടമ്പടിക്ക് ബലവുമുണ്ട് ബലക്ഷയവും ഉടമ്പടി. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാകണം. എന്താണ് ഇതിൻ്റെ ബലം? ഇതിൻ്റെ ബലമെന്ന് പറയുന്നത് അതർ എൻഡിൽ ദൈവം തന്നെയാണ് ഇതിൻ്റെ ഗ്യാരണ്ടിയർ. ഇത് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് എന്താണ്? ദൈവം തന്നെയാണ്. അവിടെ അതർ എൻഡിൽ മനുഷ്യനില്ല ശരിക്കും. അപ്പോൾ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. ഈ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എങ്ങനെയായാലും പാലിച്ചിരിക്കും. ദൈവത്തിന് അതാണ് എൻ്റെ കരുത്തെന്ന് പറഞ്ഞതാണ്. ഉടമ്പടിയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞതാണ്, ബലം എന്ന് പറഞ്ഞതാണ്. എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലാണ് ഇത് അധിഷ്ഠിതമായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിരിക്കും. നമ്മൾ വരുമ്പോൾ നമ്മളുടെ ഈ നിബന്ധനകൾ പാലിക്കുന്നത് നമ്മളാണ്. ഈ നിബന്ധനകൾ നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ആയിട്ടും പാലിക്കാം, ഫ്രഷ് ആയിട്ടും പാലിക്കാം. അവിടെയാണ് ഡ്രൈ കവനൻറ്റും ഫ്രഷ് കവനൻറ്റും വരണത്. ഡ്രൈ ആയിട്ട് പാലിക്കണമെന്ന് പറയണത് ഇപ്പോൾ പത്രം കൊടുക്കാൻ പറഞ്ഞു, കൊണ്ടേ പത്രം കൊടുത്തു, തീർന്നു. എത്രയോ പത്രങ്ങളാണ് പള്ളി വഴികളിലൊക്കെ ഇരിക്കുന്നത്, നിങ്ങൾ ചിലപ്പോൾ കാണുന്നില്ലേ? ആ ഡ്രൈ കവനൻറ്റുകാരുടേതാണ് കാര്യം. അത് നിങ്ങളുടെ പള്ളിയുടെ വാതിക്കൽ എവിടെയെങ്കിലും എവിടെയെങ്കിലും കൃപാസനം പത്രം ഒന്നിൽ കൂടുതൽ ഒരാൾ വെച്ചേക്കണ കണ്ടാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാര്യം എന്താണ്? അവർ ശരിക്കും ഒരു സെപ്റ്റിക്കായിട്ട് അടിച്ചിരിക്കണ കാര്യം. അവർ കർത്താവിനോട് ചെയ്ത വാഗ്ദാനം ഡ്രൈ ആയിട്ട് പാലിക്കുകയാണ്. അപ്പോൾ അവർ ദൈവത്തിനല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, അവരുടെ വിഷയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ആരെങ്കിലും ഒരു കെട്ട് പത്രം ഇരിക്കണ കണ്ടാൽ അതിൻ്റെ അർത്ഥം ഡ്രൈ കവനൻ്റ് അത് ചെയ്തിരിക്കുന്നത്. അത് ആ മുട്ട പൊരുന്നത്തില്ല ഒരു കാലത്ത്. തന്നെയല്ല, ഇവർ ആലപ്പുഴ വന്ന് എക്സ്ട്രാ ആയിട്ട് പണി മേടിച്ച് വെച്ചിരിക്കുന്നവരാണ്. എന്താ കാര്യം? ഇവർ വരികയും ദൈവത്തിൻ്റെ മുമ്പിൽ അവരുടെ ജീവിതത്തിൽ ദൈവത്തിനെന്ത് വിലയുണ്ടെന്ന് അവർ പുറത്ത് പറഞ്ഞു കഴിഞ്ഞു. അതാണ് വിഷയം. കാര്യം എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ വേണ്ടിയും അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടിയും ആണ് ഈ ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഇത് ചെയ്യണത് നമുക്ക് ഡ്രൈ ആയിട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിയമപരമായിട്ട് എന്താണ് ചെയ്യേണ്ടത് അത് മാത്രം ചെയ്ത് പാലിക്കാം. പക്ഷേ ചിലരിത് ഫ്രഷായിട്ട് ചെയ്യും. ഫ്രഷായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ദൈവസ്നേഹത്തോടെയാണ് ചെയ്യണത്. ദൈവസ്നേഹമാണ് എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഓർക്കുക, അത് ഒരു മീഡിയം ഫ്രഷ് ഉണ്ട്, മാക്സിമം ഫ്രഷ് ഉണ്ട്. ഉടമ്പടി തന്നെ ഒരു ഡ്രൈ കവനൻ്റും ഉണ്ട്, ഫ്രഷ് കവനൻ്റും ഉണ്ട്. അതിന് മീഡിയം ഫ്രഷ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വാഭാവികമായ ദൈവസ്നേഹത്തോടെ നമ്മൾ ഈ വിഷയങ്ങളെല്ലാം ചെയ്യും. എപ്പോഴും നമ്മൾ ചെയ്യണം. നിങ്ങൾ രോഗികളെ കാണാൻ പോകുമ്പോഴും അത് ആ രോഗികളെ കാണുമ്പോൾ ഉടമ്പടിയുടെ നിയമമുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് കാണുന്നത് എന്നല്ല. അതപ്പോൾ ഡ്രൈ കവനൻ്റായി പോകും. അത് ക്രിസ്തുവാണെന്നും പറഞ്ഞ് കാണുന്നെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് ഉള്ളിൽ വല്ലാത്തൊരു സ്നേഹം ഉണ്ടാകണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ഓരോ അംശങ്ങളും അങ്ങയെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന തികഞ്ഞ ദൈവസ്നേഹത്തിന്റെ പ്രേക്ഷിത പ്രവർത്തകരായി എന്നെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രുതിക്കട്ടെ. അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ നിയോഗങ്ങളാണ് പ്രാധാന്യം കൊടുത്താൽ പ്രാർത്ഥിക്കണത്, അല്ലേ?
അത് ഡ്രൈ കവനൻ്റാണ്, ഉണക്ക ഉടമ്പടി എന്ന് പറയും. നിയോഗം ഓൾറെഡി നിങ്ങൾ ദൈവത്തിൻ്റെ സമർപ്പിച്ചില്ലേ, അത് വെറുതെ കൊണ്ടുവന്ന് ഇട്ടിരിക്കണമല്ല, പരിശുദ്ധ അമ്മ വഴിയാണ് നിങ്ങൾ എടുത്തിരിക്കണത്. ഇതിലൊന്നും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അത് തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത്. നിങ്ങൾ ആര് വഴിയാണ് കൊടുത്തിരിക്കണത്? പരിശുദ്ധ അമ്മ വഴിയാണ് നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് നിങ്ങളുടെ കണ്ണീര് കൊടുത്തിരിക്കണത്. നിങ്ങൾ പിന്നെയും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ അർത്ഥം എന്താണ്? അമ്മയുടെ അടുത്ത് കൊടുത്തൊക്കെ നിങ്ങൾ അംഗീകരിക്കണില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് വിവരമില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിഡ്ഢിവേഷം കെട്ടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് തന്നെയല്ലേ പിന്നെയും പറയണത്. ഇത് ഡ്രൈ കവനൻ്റായിട്ട് വരും. കാര്യം വൺസ് നിങ്ങൾ ഒരിക്കൽ അമ്മയുടെ അടുത്ത് ഉടമ്പടി പ്രകാരം കൊടുത്ത കാര്യങ്ങൾ പിന്നെ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥന പറയരുത്. നിങ്ങൾ ഉടമ്പടി ചെയ്ത കാര്യങ്ങൾ ദൈവം അംഗീകരിച്ചു, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പൂർത്തിയാക്കി. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അമ്മയോട്. അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞു, ഓൾറെഡി ഫയലിൽ ഇത്രയും സ്റ്റെപ്സേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്, അതിന് നന്ദി പറയാം. നിങ്ങൾക്ക് നന്ദി പറയാം. അപ്പോൾ ഈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി ഇട്ട വിഷയങ്ങൾ വീണ്ടും തന്നെ ഈ താറാവ് സ്വരം ഉണ്ടാക്കുന്നവിടെ കറക്കൂറാന്ന് പറഞ്ഞ് എപ്പോഴും സ്വരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ തലക്ക് വട്ടാണെന്ന് ദൈവം വിചാരിക്കത്തുള്ളൂ. ഒന്നാമത് നിങ്ങൾ ചെയ്ത ഉടമ്പടിയിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ല എന്ന കാര്യം നിങ്ങൾ ഏൽപ്പിച്ച ആളാരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അമ്മയുടെ അടുത്ത് നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത് അമ്മ അത് പാസ് ചെയ്യുന്ന അടുത്ത് ഈശോൻ്റെ അടുത്താണ്. ഇതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾക്ക് യാതൊരു അറിവില്ലാതെ ഈ ഉടമ്പടി മൂന്നാമത്തെ പുതുക്കിയാലും പിന്നെയും ആ നിയോഗത്തിനെ പറ്റി ദൈവത്തെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് എന്താണ് ഓർമ്മക്കുറവാണ്. അതെപ്പോഴും ശ്രദ്ധിക്കണം. അത് തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിങ്ങനെ ഒരിക്കലും ചെയ്യരുത് എൻ്റെ മക്കൾ. ഞാൻ പറയണത് ആ വിഷയം നിങ്ങൾ ഡീല് പോലും ചെയ്യരുത്. നിങ്ങൾ ഡീല് ചെയ്യേണ്ട വിഷയം എന്താണ്? ഫ്രഷ് കവനൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ എന്താണ്? നിങ്ങൾ ദൈവത്തോട് ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളുണ്ട്, നിബന്ധനകൾ. അതിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ. ഈ ദൈവത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ നമുക്ക് ഒരു നിയമപരമായിട്ട് സാങ്കേതികമായിട്ട് ചെയ്യാം. അതിനാണ് ഡ്രൈ കവനൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞു, അച്ഛൻ കൊച്ചി പോകാം, ഞാൻ പറഞ്ഞില്ല. അച്ഛൻ കൊച്ചി പോകാൻ പറഞ്ഞു, ഞാൻ കൊച്ചി പോയെന്ന് പറയത്തില്ല. അതുപോലെ ടെക്നിക്കലായിട്ട് നിങ്ങൾ ചെയ്യാം. ടെക്നിക്കലായിട്ട് ചെയ്താൽ ഉടമ്പടി ലാഗ് ചെയ്യും. ടെക്നിക്കലായിട്ടല്ലോ. കാര്യം ഉടമ്പടി ഒന്ന് പുതുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് ആ 30% ഈ വിഷയത്തിൽ ദൈവസ്നേഹം വളർന്നിരിക്കണം ആളിനെ. ഉടമ്പടി ഒന്ന് പുതുക്കെന്ന് പറഞ്ഞാൽ ആളിൻ്റെ ദൈവസ്നേഹം വളർന്നിരിക്കണം. ഈ കൗൺസിലേഴ്സിനൊക്കെ വെച്ചിരിക്കുന്നത് അത് അസസ് ചെയ്യാനാണ്. അല്ല നിങ്ങൾ കുമ്പസാരിച്ചാൽ കുർബാന സ്വീകരിച്ചാൽ നോക്കാനല്ല വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആധ്യാത്മിക ജീവിതം അസസ് ചെയ്യാനാണ് വെച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ അത്രയും ദൈവസ്നേഹം നിങ്ങൾ വളർന്നോ. ദൈവസ്നേഹം വളർന്നോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? സ്നേഹത്തിൻ്റെ ഫീച്ചേഴ്സ് നമ്മളുടെ കയ്യിലല്ല. പരിശുദ്ധാത്മാവ് അതിനെക്കുറിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ നൽകിയിട്ടുണ്ട്. ദൈവസ്നേഹത്തിൽ ഒരു വ്യക്തി വളരുമ്പോൾ ആ ദൈവസ്നേഹത്തിൽ വളരുന്നതിന് ആ ദൈവസ്നേഹത്തിലാണ്. നമുക്ക് ലോകസ്നേഹത്തിൽ വളരാം, വ്യക്തിസ്നേഹത്തിൽ വളരാം എന്നും. പക്ഷേ ദൈവസ്നേഹത്തിൽ വളരുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിട്ട് വരുന്ന ദൈവസ്നേഹമാണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 1 Corinthians 13:4. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. ഇതാണ് ഫസ്റ്റ് ഫീച്ചർ. അതാണ് നിങ്ങൾ ഒന്ന് പുതുക്കി കഴിയുമ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കുഞ്ഞമ്മ, അന്നമ്മ, ആരാണെന്നെങ്കിലും എന്താണ് അന്നമ്മ? ദീർഘക്ഷമയും ദയയുമുള്ളതാണെന്ന് പോയി പണി നോക്കാൻ പറയും. അതാണ് പ്രശ്നം. നമ്മളവിടെ സ്നേഹത്തിൻ്റെ പാലെല്ലാം നമ്മുടെ പേരെഴുതി വെക്കണം. ഭയങ്കര പാടാ. ഞാൻ നോക്കിയിട്ടുള്ളതാണ്, ഞാൻ തന്നെ പണി മേടിച്ചിട്ടുള്ളതാണിത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വരുന്നത് ഈ ഒരു ഒന്നാം പുതുക്കൽ കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണത്? എനിക്ക് ഓഫർ ലെറ്റർ വന്നു, അതിനുശേഷം വിസ വന്നു, ടിക്കറ്റ് വന്നു. അതാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഈ ദൈവത്തിൻ്റെ നിരസ്ഥിതി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ട് ദൈവം ബോറടിച്ച് നിങ്ങളെ പന്നിക്കാട്ടത്തിൻ്റെ വില പുലർത്താൻ തള്ളിക്കളഞ്ഞൊരു ചരക്കാണ് നിങ്ങൾ. കാര്യം എന്താ? ഈ പിശാചിന് ഇത് മാത്രമേ അറിയാൻ പാടുള്ളൂ. ദൈവത്തെ സ്നേഹിക്കാനോ സ്നേഹത്തിൻ്റെ സുവിശേഷമോ സുവിശേഷ സാക്ഷ്യമോ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും ഒരു ബോധവും ഇല്ല. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ എഴുന്നേക്കണം, വൈകുന്നേരം എഴുന്നേക്കണം, വൈകുന്നേരം കിടക്കണം, ഇടയ്ക്ക് ഉപവസിക്കണം. ഇതാണ് ഇത്രയും കൂടെ കണ്ടാമൃഗങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. സങ്കടം തോന്നും കേട്ട് കഴിഞ്ഞാൽ. അതായത് നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കണില്ല എന്ന് തോന്നണേ. തന്നെയല്ല, അച്ഛൻ്റെ ധ്യാനം കൂടാത്ത കുറേ ആൾക്കാരുണ്ട്. ശരിക്കും പുതുക്കാൻ വരുമ്പോൾ കൗൺസിലേഴ്സ് ശ്രദ്ധിക്കണം. ഞാൻ പറയുമ്പോൾ എന്താ വെച്ചാൽ കൗൺസിലേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ധ്യാനം കൂടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ പുതുക്കി കൊടുക്കരുത്. പുതുക്കണ കാര്യമില്ല. കാര്യം ഈ അപ്ഡേഷൻസ് എല്ലാം വരണം ഉടമ്പടി ധ്യാനത്തിലാണ് വരണം. ഉടമ്പടി ധ്യാനത്തിലാണ് ഈ ചൊവ്വാഴ്ചയുള്ള ധ്യാനത്തിൽ, ഓൺലൈൻ ധ്യാനത്തിലാണ് ഉടമ്പടിയുടെ അപ്ഡേഷൻസ് വരണതും ഉടമ്പടിയുടെ ആൾക്കാരോട് ഈശോ സംസാരിക്കണം. അങ്ങനെയാണ്. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പേഴ്സണലായിട്ട് സംസാരിക്കും. ഓരോ വ്യക്തികളും അവരുടെ വിഷയങ്ങൾ മാത്രം സംസാരിക്കും. അതെല്ലാം സന്ദേശമായിട്ട് സംസാരിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനായിട്ടുള്ള ഒരു സ്പോട്ടാണ് ഉടമ്പടി ധ്യാനം എന്ന് പറഞ്ഞാൽ. അത് ആൾ പങ്കെടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അത് പുതുക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഉടമ്പടി പുതുക്കുമ്പോൾ നിങ്ങൾ ഈ ദൈവസ്നേഹത്തിൽ 1 Corinthians 13:4 ഒന്നൊരു വായിച്ച്. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. ഇപ്പം 2 ക്വാളിറ്റി ഇവിടെ വരണം. ഒന്ന് പുതുക്കി കഴിയുമ്പോൾ നമ്മളുടെ പേര് പറഞ്ഞാൽ പിന്നീട് എന്താണ്? സ്നേഹം, ദീർഘക്ഷമയും ദയയുമുള്ളതാണ്.
അപ്പോൾ ഒരു ദയ കാണിക്കാൻ ബാധ്യസ്ഥമാണ്. ചില സമയത്ത് ദയ ആരോടായിരിക്കും കാണിക്കേണ്ടി വരണത്? നമ്മളെക്കാൾ താഴ്ന്നവരോടായിരിക്കും നമുക്ക് ദയ കാണിക്കേണ്ടി വരണത്. ദയ എന്ന് പറഞ്ഞ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ പേരിനോട് ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് വെളുപ്പിന് എഴുന്നേറ്റ് കുർബാനയും ചൊല്ലി പോകണം, അതുകൊണ്ട് കുർബാനക്ക് ഒരുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ കുർബാന ചെല്ലാൻ വന്നപ്പോൾ കുർബാനക്ക് ഒരുക്കിയിട്ടില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് വളരെ സൗമ്യവും സ്നേഹമായിട്ട് പ്രാർത്ഥിച്ചു, പെരുമാറി. എനിക്ക് വേണമെങ്കിൽ അയാളെ സസ്പെൻഡ് ചെയ്യാം. എന്താ കാര്യം? ഡയറക്റ്റ് പറഞ്ഞിട്ട് കേൾക്കാത്ത ആളെ പിന്നെ ആര് പറഞ്ഞിട്ട് കേൾക്കാനാ? അപ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കിയത്? ഞാൻ ദയ കാണിച്ചു. എന്താ കാര്യം? അദ്ദേഹം ചിലപ്പോൾ വർക്കിൻ്റെ ടൈറ്റ് കൊണ്ട് ചിലപ്പോൾ മറന്നുപോയ മനഃപൂർവ്വം അല്ലെന്ന് ഞാൻ ധരിച്ചു. ഇതിനാണ് ദയ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓരോ വ്യക്തികളും ഓരോ സംസാരം നടക്കുമ്പോൾ ഈ വിഷയത്തിൽ ക്വാളിറ്റേറ്റീവിലായിട്ട് നിങ്ങൾ ഗ്രോത്ത് ചെയ്തോ. ഒന്ന് പുതുക്കുമ്പോൾ നോക്കണം. ഞാൻ ഇത്രയും ദൈവം അടുത്തത് വായിച്ചേ, 13:5 വായിച്ചേ. 1 Corinthians 13:5. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യണം. ഈ സ്നേഹത്തിൻ്റെ സ്ഥലത്തെല്ലാം നിങ്ങളുടെ പേര് എഴുതി വായിക്കണം. നിങ്ങളുടെ പേരെന്താണെന്ന് വെച്ചാൽ അതനുസരിച്ചുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കുറേ നോൺ ക്രിസ്ത്യൻസ് ഉണ്ട്. അപ്പോൾ പറയും, ഇതൊക്കെ വായിക്കാൻ ഞങ്ങളാരും ക്രിസ്ത്യൻസ് അല്ല. എന്നാൽ പിന്നെ ഈ പരിപാടിക്ക് നിങ്ങൾ ഇറങ്ങരുത്. ദൈവത്തിനെ പറ്റിച്ച് വയറ്റിപ്പിഴപ്പിന് ഒപ്പമുള്ള വക ഒപ്പിച്ചെടുക്കാനാണ് നിങ്ങൾ ദൈവ ഉടമ്പടി എടുക്കാൻ പറ്റുന്നത്. അങ്ങനെയല്ല. നിങ്ങൾ ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആരുടെ ഇത് ഓപ്ഷണലാണിത്. ഇറ്റ് ഈസ് ഓൺലി ഫോർ ക്രിസ്ത്യൻസ് ഉടമ്പടി എന്ന് പറയുന്നത്. പിന്നെ വേറെ ആരെങ്കിലും ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ ഉടമ്പടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെരിഫൈ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ എടുക്കരുതവരെ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണ്? സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. അപ്പോൾ നിങ്ങൾ അക്രൈസ്തവനാണെന്ന് വിചാരിച്ചോ? നിങ്ങളൊരു കക്ഷിയുമായിട്ട് മിണ്ടാതിരിക്കുകയാണ്, സംസാരിക്കാണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചെന്ന് വിചാരിച്ചോ? എന്താ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങളുടെ അവകാശ ഓഹരിയും ഇപ്പോൾ ഇന്ന കുഞ്ഞുങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ അകലെ വിട്ട് പഠിപ്പിക്കാൻ പോവുകയാണ്, അതിന് പൈസ വേണം. നിങ്ങൾ അങ്ങനോട് പറഞ്ഞ് എനിക്കൊന്നും തന്നിട്ടില്ലല്ലോ, എനിക്ക് തരാനുള്ളത് തരണം എന്നെ കുഞ്ഞിനെ പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ അവിടെ കെട്ടിവന്ന നാത്തും പറയും, പിന്നെ അവളെ കുഞ്ഞിനെ പഠിപ്പിക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ പഠിപ്പിക്കണ്ടേ? മനുഷ്യ താനങ്ങാൻ കൊടുക്കുന്നുള്ളൂ, അതല്ല കൈയും കാലും വിട്ടൊന്നും പറയും അപ്പോൾ നമുക്കറിയാം നാത്തൂനാണ് പാര വെച്ചത്. നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ നാത്തൂർ കാണുമ്പോൾ നീ ഉടമ്പടി എടുത്താൽ നീ എന്ത് മോന്ത വെക്കും? അതാണ് വിഷയം. നീ മിണ്ടത്തില്ല. കാര്യം എന്താണ്? എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കപ്പെടാതിരിക്കാൻ, എൻ്റെ ഓഹരി കിട്ടാതിരിക്കാൻ വേണ്ടി ഇവളല്ലേ വട്ടം ചവിട്ടിയത്. പക്ഷേ ഒരു പ്രശ്നം, നീ ഉടമ്പടി എടുത്ത വ്യക്തിയാണെങ്കിൽ നിന്നെ ഭരിക്കേണ്ടത് ആരാണ്? ക്രിസ്തുവാണ് ഭരിക്കേണ്ടത്. അല്ലാതെ നിൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന പാരമ്പര്യമായിട്ടുള്ള മൗലിക വികാരങ്ങളല്ല ഭരിക്കേണ്ടത്. അത് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിലെ നിന്നോട് ചെയ്ത ഉടമ്പടി പാലിക്കാൻ സുവിശേഷ വിഹിതമായി മുന്തിയ ദൈവസ്നേഹത്തോടെ പെരുമാറുവാൻ അങ്ങനെ ആത്മീയമായി വളരുവാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ.